വഖഫ് അധിനിവേശത്തിൽ ഷാഫി പറമ്പിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് എൻഡിഎ പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ബിജെപി പറയുന്നതുപോലെ കുടിയിറക്കൽ ഭീഷണി നേരിടുന്നവർക്കൊപ്പമാണെന്ന് പറയാൻ ഷാഫി തയ്യാറാകുമോ? കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനൊപ്പം നിൽക്കാൻ ഷാഫി തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പാലക്കാട് നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഈ സമയത്തും സി കൃഷ്ണകുമാർ വീടുകൾ കയറിയുള്ള ഗൃഹസമ്പർക്കം തുടരുന്നു. അതോടൊപ്പം തന്നെ ബി.ജെ.പി ഈ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരുപാട് വാദങ്ങൾക്ക് UDF മറുപടി നൽകിയിട്ടില്ല എന്നൊരു കാര്യം സി കൃഷ്ണകുമാർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. ബി.ജെ.പി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ UDF സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒന്നും തയ്യാറായിട്ടില്ല. എന്തൊക്കെയായിരുന്നത്? മുനമ്പം വിഷയം സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് തുടക്കം മുതൽ ഇത് മുനമ്പം വിഷയം പാലക്കാട് ഉയർത്തി വന്നിരുന്നു. മുനമ്പം വിഷയത്തിൽ 2 സ്ഥാനാർത്ഥികളും നിലപാട് പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ മുനമ്പം സന്ദർശിച്ചിരുന്നു. അവിടുത്തെ സമരപ്പന്തലിലുള്ള കിടപ്പാടം നഷ്ടപ്പെടുന്ന ആളുകളെ നേരിൽ കണ്ടിരുന്നു. അവരുടെ വേദന ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളോട് ഇവിടുത്തെ നിലപാട് പറയാൻ പറഞ്ഞത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് മുനമ്പം ചർച്ച ചെയ്യാൻ 2 മുന്നണികളും തയ്യാറാവാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യമായിരുന്നത്. ഇന്ന് ഷാഫി പറമ്പിൽ ഒരു നിലപാടുമായിട്ട് വന്നിരിക്കുക. മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന്. ഈ മുനമ്പം സമരം തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും അതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരു വാക്ക് പോലും സംസാരിക്കാതിരുന്ന ഷാഫി പറമ്പിൽ ഇന്ന് പാലക്കാട്ടിലെ ജനങ്ങൾ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. മുനമ്പം അവരിത് ഒരു പ്രധാന വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. മുനമ്പം വിഷയം തിരിച്ചടിയാവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ UDF ഇന്ന് ഷാഫി പറമ്പിൽ മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എങ്ങനെ പരിഹരിക്കാനാ? നാളെ 6 മണി വരെയാണ് ഷാഫി പറമ്പിൽ ഈ നിലപാട്. നാളെ 6 മണി കഴിഞ്ഞാൽ ഷാഫിയുടെ നിലപാട് വീണ്ടും പഴയ നിലപാടിലേക്ക് മാറും. ഞാൻ ഷാഫിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മുനമ്പം വിഷയത്തിൽ ഇന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഷാഫി പറയേണ്ടത് മുനമ്പത്തിൽ കാലാകാലങ്ങളായിട്ട് അവിടെ താമസിച്ചു വരുന്ന 610 കുടുംബങ്ങൾ, അതിൽ ഒരു കുടുംബത്തെ പോലും മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഉള്ള ആർജവം ഷാഫി പറമ്പിലുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ അവിടെ പോയിട്ട് മുനമ്പത്തെ ഒരു കുടുംബത്തെ പോലും 610-ൽ ഒരു കുടുംബത്തെ പോലും മുനമ്പത്തിൻ്റെ മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. BJP അനുവദിക്കില്ല. അവരോടൊപ്പമാണ് BJP. ഞാൻ അവരുടെ നാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരുടെ നാവായിട്ട് നിയമസഭയിലുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഷാഫിക്ക് അത് പറയാൻ കഴിയുമോ? 2 മുന്നണിയും ഒന്നിച്ച് ചേർന്നാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയത്. ഞാൻ ചോദിക്കട്ടെ ഷാഫിയോട്, പാർലമെൻറ്റിൽ വഖഫിൻ്റെ ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് അതിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ ഷാഫി തയ്യാറാണോ എന്നുള്ളതാണ്. ഈ പാലക്കാട് വഖഫ് ഭൂമിയുണ്ടോ എന്ന ചോദ്യം BJP ഒരുപാട് തവണ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടിയിട്ടുണ്ടോ? 2219ഓളം സ്ഥലങ്ങൾ വഖഫ് ഭൂമി ഉണ്ടെന്നാണ് വിവരങ്ങൾ വരുന്നത്. സൈറ്റിൽ നിന്നെല്ലാം വിവരങ്ങൾ വരുന്നത്. ജനങ്ങൾ ഇതെല്ലാം കണ്ട് വലിയ ആശങ്കയിലാണ്. സർക്കാർ ഇതിൽ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ പോലും ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് സർക്കാർ പറയട്ടെ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയട്ടെ. 2219 സ്ഥലങ്ങൾ ഏതാണെന്നറിയാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവർ വലിയ ആശങ്കയിലാണ്. കൽപ്പാത്തി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, നൂറിണി ഉണ്ടെന്ന് പറയുന്നു, വണ്ണക്കരി ഉണ്ടെന്ന് പറയുന്നു, ധോണി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല പ്രദേശങ്ങളും കൊപ്പം, പോസ്റ്റ് ഓഫീസിനടുത്തുള്ള കൊപ്പം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വലിയ ആശങ്കയിലാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും. കാരണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആശങ്കയുണ്ട്. കാരണം അവരുടെ വീടും ഭൂമിയും നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആശങ്കയുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആശങ്കയുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആശങ്കയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സർക്കാർ ഇതിലൊരു സുതാര്യ നിലപാട് സ്വീകരിക്കണം. വഖഫ് ഭൂമി ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് എവിടെയാണ് ഉള്ളത്, അത് എത്ര ഏക്കറുണ്ട് അല്ലെങ്കിൽ എത്ര സെൻറ്റ് ഉണ്ട്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം. ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ ഇവർ ഇടത് വലത് മുന്നണികൾ വല്ലാതെ പേടിക്കുന്നുണ്ടെന്നാണോ? 2 മുന്നണികളും മുസ്ലിം മതവിഭാഗത്തെ വോട്ട് ബാങ്കായിട്ടാണ് കരുതുന്നത്. BJP അവരെ വോട്ട് ബാങ്കായിട്ടല്ല, മറിച്ച് അവരെ ഈ രാജ്യത്തെ പൗരന്മാരായിട്ട്, ഈ പ്രദേശത്തെ പൗരന്മാരായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അവരോട് പറയുന്നത് വികസന അജണ്ടയാണ്. 2 മുന്നണികളും അവരെ പ്രീണിപ്പിച്ച് വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ്. ഇന്നത്തെ പത്രപരസ്യം CPM-ൻ്റെ UDF വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. UDF വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെയാണ്. ഇന്ന് UDF-ന് വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. UDF-നെ പരമ്പരാഗതമായിട്ട് പിന്തുണച്ച ഒരു വിഭാഗം ആളുകൾ ഇന്ന് കർശനമായിട്ടുള്ള നിലപാട് UDF-നെതിരായിട്ട് എടുത്തിരിക്കുകയാണ്. CPM ആണെങ്കിൽ പ്രീണനം നടത്തി ആ വോട്ട് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. 2 മുന്നണികളും വർഗീയമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്.
തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോഴും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഒരുപാട് വിഷയങ്ങൾക്ക് രാഷ്ട്രീയമായി BJP ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ഈ അവസാന നിമിഷമെങ്കിലും വ്യക്തമാക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാവണമെന്ന ആവശ്യമാണ് സി കൃഷ്ണകുമാർ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതോടൊപ്പം തന്നെ വികസന അജണ്ടകൾ മുന്നോട്ടേക്ക് വെക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും ഏതു സമയത്തും സി കൃഷ്ണകുമാർ ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുകയാണ്. പോളിംഗ് ബൂത്തിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്നും LDF UDF മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് വിജയിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്.